സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വിശദീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം അതിനിടെ ഇന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന യോഗത്തിൽ ഇതുവരെയുള്ള SIR നടപടികളുടെ പുരോഗതിയാണ് ചർച്ച ചെയ്യുക. നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. യോഗത്തിൽ നിലവിലുണ്ടായ ആശങ്കകളും പരാതികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പങ്കുവയ്ക്കാം. വിവരങ്ങളുമായി ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, ഇപ്പോൾ നടപടികളുമായി SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ എതിർപ്പുണ്ട്. ഇതിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതടക്കം സർക്കാർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണല്ലോ ഇന്നിപ്പോൾ യോഗം ചേരാൻ പോകുന്നത്. എന്തായിരിക്കും പ്രധാനമായി ഈ യോഗത്തിന്റെ ഒരു ലക്ഷ്യം? നടപടികൾ, അതിന്റെ പുരോഗതി ചർച്ച ചെയ്യുക മാത്രമാണോ? ദിവ്യ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം വേണം എന്ന് നിരന്തരം ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ അഭ്യർത്ഥിക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം. ഇതിനകത്ത് ഇതുവരെയുള്ള ഇപ്പോൾ SIR നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് ഇലക്ഷൻ ഓഫീസർ മുമ്പോട്ട് പോകുന്ന നടപടികൾ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളോട് വിശദീകരിക്കും. BLOമാരെ സംസ്ഥാനത്ത് ഏതാണ്ട് 54,000-ൽ പരം BLOമാരെ വിന്യസിച്ചുകൊണ്ടാണ് ഇതിന്റെ നടപടികളും മറ്റ് പ്രക്രിയകളും ഒക്കെ ആയിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇതിനെ നഖശികാന്തം എതിർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് ഇപ്പോൾ നടപ്പിലാക്കേണ്ടതില്ല, അതിനുശേഷം ഇത് നടപ്പിലാക്കാം എന്നുള്ള നിലപാടിലാണ് CPM-ഉം UDF-ഉം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ വിയോജിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ, ഒരു തരത്തിലും ഒരു കാലതാമസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയേ മതിയാവുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ഉള്ളത്. അപ്പോൾ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വിശദീകരിക്കും. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് സംസ്ഥാനത്ത് 32,23,000-ൽ പരം എന്യൂമറേഷൻ ഫോമുകൾ ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലഭിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, പകലും രാത്രിയിലും രാത്രി 8 മണിയിലൊക്കെ അടക്കം BLOമാർ വീടാന്തരം കയറി ഇറങ്ങുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ രാത്രിയും പല വീടുകൾ കയറി ഇറങ്ങി എന്യൂമറേഷൻ ഫോം കൊടുത്തുകൊണ്ട് അവരെ ഇതിന്റെ ഭാഗമാക്കുന്നുണ്ട്. ഒരാളെ പോലും ഇതിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തുകയില്ല. 2002-ൽ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഇതിന്റെ ഭാഗമാക്കും. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി നടത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള പിഴവുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായിട്ട് സഹകരിക്കണം, BLOമാരെ ഒപ്പമുണ്ടാവണം, BLOമാരായിട്ടുണ്ടാവണം. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു കത്ത് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് സഹകരിക്കണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിനകത്ത് BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അങ്ങേയറ്റം അതിനെ വിമർശിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ആ വിമർശനങ്ങൾക്കിടയിലും ഈ SIR നടപടികളുമായിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകളിൽ ഒരിക്കൽ കൂടി വിശദീകരിക്കും. അതിന്റെ ഒരു പുരോഗതി എന്താണെന്ന് രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കും. ഒരു ഘട്ടത്തിലും ഒരാളെ പോലും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അറിയിക്കും. അതിനകത്ത് ഇപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. ഏതാണ്ട് 32 ദിവസം കൂടി നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ പരമാവധി വേഗം മറ്റൊരു വിയോജിപ്പ് കൂടാതെ ചേർന്ന് നിൽക്കണം. രാഷ്ട്രീയ പാർട്ടികളിൽ അവർ വിയോജിപ്പുണ്ടെങ്കിലും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം നിർത്താൻ വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റ് ഈ നടപടികൾക്രമങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ ശനിയാഴ്ചയും സമാനമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം യോഗം വിളിക്കാനുള്ള ആലോചനയും ചീഫ് ഇലക്ടറൽ ഓഫീസർ എടുത്തിട്ടുണ്ട്.